Hi everyone, I am Rehana. Today I discuss the topic water pollution. Introduction. Water pollution is the contamination of water bodies. അതായത് വാട്ടർ ബോഡീസിൻ്റെ കണ്ടാമിനേഷനാണ് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇപ്പം അൺഡിസൈറബിൾ സബ്സ്റ്റൻസിൻ്റെ പ്രസൻസ് വാട്ടർ ബോഡീസിലുണ്ട് വെച്ചെങ്കിൽ അത് ഹാംഫുൾ എഫക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യും എനിമൽസിനും അതുപോലെ അക്വാട്ടിക് ലൈഫിനും. ഇതിനാണ് നമ്മൾ വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്നത്. When pollutants are directly or indirectly discharged into water bodies without adequate treatment to remove harmful compounds. അതായത് പൊല്യൂട്ടൻസ് നമ്മൾ ഡയറക്റ്റ്ലി ആയിട്ടോ ഇൻഡയറക്റ്റ്ലി ആയിട്ടോ വാട്ടർ ബോഡീസിലേക്ക് ഡിസ്ചാർജ് ചെയ്യാണ്. ഒരു മതിയായ ഒരു ട്രീറ്റ്മെൻറ്റ് നൽകാതെ എന്തിനു വേണ്ടിയിട്ട് ഹാംഫുൾ കോമ്പൗണ്ട്സ്, അപ്പോൾ അതിലുള്ള ഹാംഫുൾ കോമ്പൗണ്ട്സിനൊന്നും റിമൂവ് ചെയ്യാതെ നേരിട്ട് ഡിസ്ചാർജ് ചെയ്യുമ്പോഴാണ് വാട്ടർ പൊല്യൂട്ട് ആവുന്നത്. നമ്മുടെ ഹ്യൂമൻ ആക്ടിവിറ്റീസിലൂടെ തന്നെയാണ് പൊല്യൂഷൻ ഓഫ് വാട്ടർ ഒറിജിനേറ്റ് ചെയ്യുന്നത്. അതുപോലെ പല വഴികളിലൂടെ പല പാത്തിലൂടെയായിട്ട് നമ്മുടെ പൊല്യൂഷൻ സർഫസ് വാട്ടറിനെയും അതുപോലെ ഗ്രൗണ്ട് വാട്ടറിനെയും എഫക്റ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ഈസ് സം പിക്ചേഴ്സ് ഓഫ് പൊല്യൂഷൻ എഫക്റ്റഡ് വാട്ടർ ബോഡീസ്. The source of water pollution is classified as point sources and non-point sources. അതായത് വാട്ടർ പൊല്യൂഷൻ്റെ സോഴ്സുകളെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് പോയിൻറ്റ് സോഴ്സും രണ്ട് നോൺ പോയിൻറ്റ് സോഴ്സ്. പോയിൻറ്റ് സോഴ്സ് സോഴ്സസ് ഓർ പ്ലേസസ് ഓഫ് പൊല്യൂഷൻ ദാറ്റ് ആർ ഈസിലി ഐഡൻറ്റിഫൈഡ് ആർ കോൾഡ് പോയിൻറ്റ് സോഴ്സ്. എക്സാമ്പിൾ മുനിസിപ്പൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസ്ചാർജ്. അതായത് പൊല്യൂഷൻ്റെ സോഴ്സോ അല്ലെങ്കിൽ പ്ലേസോ നമുക്ക് ഈസിലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ട് വെച്ചെങ്കിൽ അതിനെ നമ്മൾ പോയിൻറ്റ് സോഴ്സ് എന്ന് പറയും. അതിനുള്ള എക്സാമ്പിളാണ് മുനിസിപ്പൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസ്ചാർജ് പൈപ്പ്. ദിസ് ഇസ് ദ പിക്ചർ ഓഫ് മുനിസിപ്പൽ ആൻഡ് ഇൻഡസ്ട്രിയൽ ഡിസ്ചാർജ് പൈപ്പ്. നെക്സ്റ്റ് ഈസ് നോൺ പോയിൻറ്റ് സോഴ്സസ്. Sources or places of pollution that cannot be easily identified are called non-point sources. Example, agricultural runoff, storm water drainage, acid rain, etc. അതായത് പൊല്യൂഷൻ്റെ സോഴ്സിനെ നമുക്ക് ഈസിലി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല വെച്ചെങ്കിൽ അതിന് നമ്മൾ നോൺ പോയിൻറ്റ് സോഴ്സ് എന്നാണ് പറയുന്നത്. എക്സാമ്പിൾ അഗ്രികൾച്ചറൽ റൺ ഓഫ്. ഇതിലിപ്പം ഫാംസ് എന്നുള്ളതും എനിമൽസ് എന്നും ക്രോപ്പ് ലാൻഡ്സ് എന്നുമുള്ള ഒക്കെ ഉള്ള അഗ്രികൾച്ചറൽ റൺ ഓഫ് ഉണ്ടാവും. ഇത് എവിടെ നിന്നാണ് നമുക്ക് സ്പെസിഫിക് ആയിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ നോൺ പോയിൻറ്റ് സോഴ്സസ് എന്നാണ് പറയുന്നത്. This is a picture of agricultural runoff. Next is pollutants of water. A water pollutant is a substance, agent or factor which degrades the quality of water so as to cause detrimental effects on consumers or on aquatic life. അതായത് വാട്ടർ പൊല്യൂട്ട് എന്ന് പറയുന്നത് ഒരു സബ്സ്റ്റൻസോ ഏജൻറ്റോ ഫാക്ടർ ആയിരിക്കാം. അത് ക്വാളിറ്റി ഓഫ് വാട്ടറിനെ ഡിഗ്രേഡ് ചെയ്തിട്ട് അക്വാട്ടിക് ലൈഫിനും അതുപോലെ കൺസ്യൂമേഴ്സിനും ദോഷകരമായി ബാധിക്കും. ഇങ്ങനെയുള്ള സബ്സ്റ്റൻസിനെയും ഏജൻറ്റിനെയും ഫാക്ടേഴ്സിനെയാണ് നമ്മൾ വാട്ടർ പൊല്യൂട്ടൻ്റ് എന്ന് പറയുന്നത്. ദെൻ മേജർ വാട്ടർ പൊല്യൂട്ടൻസ് ആൻഡ് ദയർ സോഴ്സ്. ഫസ്റ്റ് വൺ ഈസ് മൈക്രോ ഓർഗാനിസംസ്. ഇതിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് സീവേജ് ആണ്. ഓർഗാനിക് വേസ്റ്റ്, അതിൻ്റെ സോഴ്സ് ഡൊമസ്റ്റിക് സീവേജ്, ഡിക്കേയിങ് എനിമൽസ് ആൻഡ് പ്ലാന്റ്സ്, എനിമൽ എക്സ്ക്രീറ്റ ആൻഡ് വേസ്റ്റ് ഡിസ്ചാർജ് ഫ്രം ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രി. നെക്സ്റ്റ് ഈസ് പ്ലാന്റ് ന്യൂട്രിയൻസ്. അതിൻ്റെ സോഴ്സ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണ്. അടുത്തത് ടോക്സിക് ഹെവി മെറ്റൽസ്. അതിൻ്റെ സോഴ്സ് കെമിക്കൽ ഫാക്ടറീസ് ആൻഡ് ഇൻഡസ്ട്രീസ്. നെക്സ്റ്റ് ഈസ് സെഡിമെൻറ്റ്. അതിൻ്റെ സോഴ്സ് സ്ട്രിപ്പ് മൈനിങ് ആൻഡ് സോയിൽ ഇറോഷൻ. നെക്സ്റ്റ് ഈസ് പെസ്റ്റിസൈഡ്സ്. അതിൻ്റെ സോഴ്സ് കെമിക്കൽസ് യൂസ്ഡ് ഫോർ കില്ലിംഗ് ഫംഗി, വീഡ്, ഇൻസെക്ട്സ്. അതായത് ഫംഗി, വീഡ്സ്, ഇൻസെക്ട്സ് ഇതിനൊക്കെ കില്ല് ചെയ്യാതിരിക്കുന്ന കെമിക്കൽസാണ് പെസ്റ്റിസൈഡ്സിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ്. അതിൻ്റെ സോഴ്സ് മൈനിങ് ഓഫ് യുറാനിയം കണ്ടെയ്നിങ് മിനറൽസ്. നെക്സ്റ്റ് ഈസ് ഹീറ്റ്. വാട്ടർ യൂസ്ഡ് ഫോർ കൂളിംഗ് ഇൻ ഇൻഡസ്ട്രീസ്. അതായത് ഇൻഡസ്ട്രീസിൽ കൂളിങ്ങിനായിട്ട് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ
ഹീറ്റ് എന്ന പൊള്യൂട്ടൻറ്റിൻ്റെ സോഴ്സ് എന്ന് പറയുന്നത് വാട്ടർ ഇൻഡസ്ട്രീസിൽ വാട്ടർ കൂളിങ്ങിന് ഉപയോഗിക്കുന്നതുകൊണ്ടാണ്. നെക്സ്റ്റ് ഈസ് സീവേജ് ആൻഡ് ഡൊമസ്റ്റിക് വേസ്റ്റസ്. Domestic wastes are discarded material produced from individual human activities. അതായത് ഇൻഡിവിജ്വൽ ഹ്യൂമൻ ആക്ടിവിറ്റീസിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിസ്കാർഡ് മെറ്റീരിയൽസിനാണ് നമ്മൾ ഡൊമസ്റ്റിക് വേസ്റ്റ് എന്ന് പറയുന്നത്. ഡിസ്കാർഡ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിച്ച വസ്തുക്കൾ. അതിലിപ്പോൾ സോളിഡ് വേസ്റ്റ്, റീസൈക്ലബിൾ മെറ്റീരിയൽസ്, ഓർഗാനിക് മെറ്റീരിയൽസ് ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. സീവേജ് കണ്ടെയ്ൻ ലോ എമൗണ്ട് ഓഫ് സോളിഡ് യൂഷ്വലി ബീയിങ് 99% ഓഫ് വാട്ടർ. അതായത് സീവേജിൽ 99% വാട്ടർ ആയിരിക്കും. അതുപോലെ എമൗണ്ട് ഓഫ് സോളിഡ് എന്ന് പറയുന്നത് കുറവായിരിക്കും. സീവേജിൽ ഓർഗാനിക്കും ആൻഡ് ഇൻഓർഗാനിക് മെറ്റീരിയൽസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ സോപ്സ് ആൻഡ് ഡിറ്റർജൻസിൻ്റെ ലാർജ് ക്വാണ്ടിറ്റി കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടായിരിക്കും സീവേജിൽ. നെക്സ്റ്റ് ഈസ് കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ബൈ ഡൊമസ്റ്റിക് ആൻഡ് സീവേജ് വേസ്റ്റസ്. അതായത് ഡൊമസ്റ്റിക് ആൻഡ് സീവേജ് വേസ്റ്റ് കാരണം എങ്ങനെയാണ് വാട്ടർ പൊല്യൂഷന് കാരണമാകുന്നതെന്നാണ്. സീവേജ് ഇമ്പാർട്ട്സ് കളർ ആൻഡ് ഫോമിംഗ് ഇൻ ദ വാട്ടർ ബോഡി ദാറ്റ് ഇറ്റ് എൻറ്റേഴ്സ് ആൻഡ് കോസസ് ടർബിഡിറ്റി. അതായത് സീവേജ് വാട്ടർ ബോഡീസിലേക്ക് എൻ്റർ ചെയ്യുമ്പോൾ അത് ഒരു കളറും അതുപോലെ ഫോമിംഗ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഫ്രോത്ത് പതൊക്കെ പോലെ അത് ഫോം ചെയ്യും. അപ്പോൾ അത് നമ്മുടെ ടർബിഡിറ്റിക്ക് കാരണമാകും. നെക്സ്റ്റ് pathogens from human and animal excreta which cause gastrointestinal disease and waterborne disease like typhoid, cholera, etc. അതായത് പാത്തോജൻ എന്ന് പറയുമ്പോൾ ഡിസീസ് കോസിങ് ഏജൻസ് ആണ്. പാത്തോജൻസിലിപ്പോൾ ബാക്ടീരിയ, അതർ മൈക്രോ ഓർഗാനിസംസ് ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. ഇത് എൻ്റർ ചെയ്യുന്നത് നമ്മുടെ ഹ്യൂമൻ എക്സ്ക്രീറ്റ അല്ലെങ്കിൽ അനിമൽ എക്സ്ക്രീറ്റ വഴിയാണ് ഈ പാത്തോജൻസ് വാട്ടർ ബോഡീസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾക്ക് ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ഡിസീസും അതുപോലെ വാട്ടർ ബോൺ ഡിസീസായ ടൈഫോയിഡ്, കോളറ ഇതൊക്കെ നമുക്ക് എഫക്റ്റ് ചെയ്യും. അതുപോലെ ഇറ്റ് കോസ് ഡിസോൾവ്ഡ് ഓക്സിജൻ ഡിപ്ലേഷൻ ആൻഡ് ലീഡ്സ് ടു ദ ഡിസ്ട്രക്ഷൻ ഓഫ് ഓക്സിജൻ ഡിപ്പെൻഡൻറ്റ് അക്വാട്ടിക് ലൈഫ് ലൈക്ക് ഫിഷ്. അപ്പോൾ നമ്മുടെ സീവേജ് പൊല്യൂട്ടഡ് വാട്ടറിൽ ഓർഗാനിക് മാറ്റർ കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ മൈക്രോ ഓർഗാനിസംസ് ഈ വാട്ടറിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ ഉപയോഗിച്ചിട്ട് ഈ ഓർഗാനിക് മാറ്ററിനെ ഓക്സിഡൈസ് ചെയ്യും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ഡിസോൾവ്ഡ് ഓക്സിജൻ ഇൻ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറഞ്ഞിട്ട് അത് നമ്മുടെ ഓക്സിജൻ ഡിപ്പെൻഡൻ്റ് ആയിട്ട് അക്വാട്ടിക് ലൈഫ് അതായത് ഫിഷുകളുടെ ഗ്രോത്തിനൊക്കെ അത് ഇൻഹിബിറ്റ് ചെയ്യും. അങ്ങനെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ആസ് anaerobic bacteria break down the organic waste to chemicals that have foul smell and harmful to human health. അതായത് anaerobic bacteria എന്ന് പറഞ്ഞാൽ അതിന് ഓക്സിജൻ ആവശ്യമില്ല. അങ്ങനെ ആ ബാക്ടീരിയാസ് ഓർഗാനിക് വേസ്റ്റുകളെ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കെമിക്കൽസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ കെമിക്കൽസിന് നല്ല ഫൗൾ സ്മെല്ലും അതുപോലെ ആ കെമിക്കൽസ് നമ്മുടെ ഹ്യൂമൻ ഹെൽത്തിന് ഹാംഫുള്ളുമാണ്. അങ്ങനെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ സോപ്പ് ഇൻക്രീസ് ദ ഓർഗാനിക് കണ്ടന്റ് ഓഫ് ദി വാട്ടർ. നെക്സ്റ്റ് സോപ്പ് ഓൾസോ കോസ് ടർബിഡിറ്റി ഇൻ വാട്ടർ. വാട്ടറിൻ്റെ ടർബിഡിറ്റിക്ക് കാരണമാകുന്നുണ്ട് എന്ത്? സോപ്പ്. The presence of detergent causes foaming and reduce the aeration of receiving water. Aeration എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് ഡിസോൾവ്ഡ് ഗ്യാസസ് എന്നാണ്. അപ്പോൾ ഈ ഡിറ്റർജൻറ്റ് പ്രസൻസ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും? ഫോമിംഗ് എന്ന് പറയുമ്പോൾ ഫ്രോത്ത് പത പോലെ അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഡിസോൾവ്ഡ് ഗ്യാസസിൻ്റെ റിമൂവലിനെ കുറയ്ക്കുകയും ചെയ്യും. അപ്പോൾ അത് വേറൊരു കോസാണ്. അടുത്ത കോസ് എന്ന് പറയുന്നത് ഡിറ്റർജൻറ്റ്സ് ആർ ഡയറക്റ്റ്ലി ടോക്സിക് ടു സെവറൽ സ്പീഷീസ് ഓഫ് എനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ഇൻ വാട്ടർ ആൻഡ് സപ്രസ് ദെയർ ഗ്രോത്ത്. അതായത് ചില സെവറൽ സ്പീഷീസ് ഓഫ് എനിമൽസിനും പ്ലാന്റ്സിനും ഡിറ്റർജൻറ്റ്സ് ഡയറക്റ്റ്ലി ടോക്സിക് ആണ്. അങ്ങനെ അവരുടെ ഗ്രോത്തിനകത്ത് സപ്രസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇത് വേറൊരു കോസാണ്. അതുപോലെ തന്നെ അടുത്തൊരു കോസാണ്
Nutrients in the form of nitrogen and phosphorus leads to eutrophication which favors algal growth. അതായത് ഈ ഡിറ്റർജൻസിൽ നിന്നൊക്കെയുള്ള ഡിറ്റർജൻസ്, ഫെർട്ടിലൈസേഴ്സ്, ഇതിൽ നിന്നൊക്കെയുള്ള ന്യൂട്രിയൻസ് ആയിട്ടുള്ള നൈട്രജൻ, ഫോസ്ഫറസ് ഇവയെല്ലാം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ആൽഗയുടെ ഗ്രോത്തിനെ ആക്സിലറേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ബാക്കിയുള്ള വെള്ളത്തിലുള്ള അതർ പ്ലാന്റ്സിനെയും ഇതിൻ്റെ ഗ്രോത്തിനെ ഇത് ആക്സിലറേറ്റ് ചെയ്യും. അങ്ങനെ ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ കോൺസെൻട്രേഷൻ റെഡ്യൂസ് ചെയ്തിട്ട് നമ്മുടെ അക്വാട്ടിക് ലൈഫിനെ അത് അഡ്വേഴ്സ്ലി ആയിട്ട് അത് എഫക്റ്റ് ചെയ്യും. ഈ ഫിനോമിനയാണ് നമ്മൾ യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്മുടെ അക്വാട്ടിക് ലൈഫിനെ എഫക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിഷിൻ്റെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ അത് വാട്ടറിനെ പൊല്യൂട്ട് ആക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ദ കോസസ് ഓഫ് വാട്ടർ പൊല്യൂഷൻ ബൈ സീവേജ് ആൻഡ് ഡൊമസ്റ്റിക് വേസ്റ്റസ്. നെക്സ്റ്റ് ഈസ് സീവേജ് ട്രീറ്റ്മെൻറ്റ്. സീവേജ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു പ്രോസസ്സാണ്. അത് നമ്മുടെ സീവേജിലത്തെ മെജോറിറ്റി കണ്ടാമിനൻസിനെ റിമൂവ് ചെയ്തിട്ട്, അതായത് നാച്ചുറൽ എൻവയോൺമെൻറ്റലിനെ ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലിക്വിഡ് എഫ്ലുവൻ്റ് ആയിട്ട് മാറ്റുന്ന ഒരു പ്രോസസ്സിനാണ് നമ്മൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ സീവേജിലുള്ള കണ്ടാമിനേഷനൊക്കെ റിമൂവ് ചെയ്തിട്ട് നാച്ചുറൽ എൻവയോൺമെൻറ്റലിന് സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ലിക്വിഡ് എഫ്ലുവൻ്റ് ഫോമിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ പറയുന്നത് സീവേജ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ സീവേജ് ട്രീറ്റ്മെൻറ്റ് വഴി നമുക്ക് സീവേജ് വഴിയുള്ള പൊല്യൂഷൻ നമുക്കൊരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റും. സീവേജ് ട്രീറ്റ്മെൻറ്റ് ഇൻവോൾവ്സ് മെയിൻലി 3 സ്റ്റെപ്സ് ആണുള്ളത്: പ്രൈമറി ട്രീറ്റ്മെൻറ്റ്, സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് ആൻഡ് ടെർഷ്യറി ട്രീറ്റ്മെൻറ്റ്. പ്രൈമറി ട്രീറ്റ്മെൻറ്റിൽ ഫിസിക്കലായിട്ടും കെമിക്കലായിട്ടും അതിലത്തെ സെറ്റിലബിൾ ആയിട്ടുള്ള സോളിഡ്സിനെ റിമൂവ് ചെയ്യിക്കുന്നതാണ് പ്രൈമറി ട്രീറ്റ്മെൻറ്റ്. സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിൽ റിമൂവ് ഓർഗാനിക് മാറ്റർ യൂസിങ് എയറോബിക് ആൻഡ് അനൈറോബിക് മൈക്രോ ഓർഗാനിസംസ്. എയറോബിക്കും അതുപോലെ തന്നെ അനൈറോബിക് മൈക്രോ ഓർഗാനിസംസ് ഉപയോഗിച്ചിട്ട് ഓർഗാനിക് മാറ്ററിനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സാണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റിലുള്ളത്. ടെർഷ്യറി ട്രീറ്റ്മെൻറ്റിൽ ഉള്ളത് റീസൈക്ലിങ്ങും അതുപോലെ അഡ്വാൻസ്ഡ് ബയോളജിക്കൽ, കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ആണ്. ഇങ്ങനെ സീവേജ് ട്രീറ്റ്മെൻറ്റിന് മെയിൻലി 3 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഇതൊക്കെയാണ് വാട്ടർ പൊല്യൂഷൻ ബൈ സീവേജ് ആൻഡ് ഡൊമസ്റ്റിക് വേസ്റ്റസ്. ഓക്കെ, താങ്ക് യു.